ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട കൊച്ചമ്മമാരെ, ദൈവകൃപയാൽ എല്ലാവരും സൗഖ്യമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അടുത്ത ഞായറാഴ്ചത്തെ ഏവൻഗേലിയോൻ വേദഭാഗമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ഇവിടെ കാണുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അനുസരണം; രണ്ട്, അനുതാപം. ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. ഒന്നാമത്തെ മകനോട് മുന്തിരിത്തോപ്പിൽ വേല ചെയ്യണം എന്ന് പറഞ്ഞ് ആദ്യം അവന് മനസ്സില്ലെന്ന് പറയുന്നു. എന്നാൽ പിന്നീട് അവൻ അനുതപിച്ച് പോവുകയും ചെയ്തു. രണ്ടാമത്തെ മകൻ പോകാം എന്ന് പറഞ്ഞു പോയില്ലതാനും. ഇവിടെ അനുസരണം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദൈവത്തെ, മാതാപിതാക്കന്മാരെ, ഗുരുക്കന്മാരെ അനുസരിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. അനുസരണം ബലിയേക്കാൾ നല്ലത് എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. അനുസരണത്തിൻ്റെ മറ്റൊരു വലിയ ഉദാഹരണമാണ് പരിശുദ്ധ കന്യകമറിയാം അമ്മ. യേശുക്രിസ്തു തന്നിലൂടെ ഭൂജാതനാകും എന്ന് ദൈവദൂതൻ പറയുമ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് അനുസരണമുള്ളവളായി കന്യകമറിയാം മാറി. അപ്പോൾ അനുസരണം എന്ന ഇവിടുത്തെ പ്രധാന വിഷയത്തിൽ മാതാവിൻ്റെ ജീവിത മാതൃക നമുക്ക് എടുത്തു പറയുവാൻ സാധിക്കും. പരിശുദ്ധ കന്യകമറിയാം കർത്താവിനെ അനുസരിച്ചു, ദൈവദൂതനെ വിശ്വസിച്ചു. അത് ലോകത്തിന് അനുഗ്രഹമായി തീർന്നു. കന്യകമറിയാം അനുസരിച്ചത് മൂലം ലോകത്തെ രക്ഷിച്ച യേശുക്രിസ്തു ആയ ദൈവം ഭൂജാതനാകുന്നതിന് ഇടവന്നു. രണ്ടാമത്തെ വിഷയം അനുതാപമാണ്. മൂത്ത മകൻ പറഞ്ഞു മുന്തിരിത്തോപ്പിൽ പോകാൻ വയ്യെന്ന്. എന്നാൽ പിന്നീട് അവൻ അനുതപിച്ചു പോയി. ഇളയ മകൻ ആണ് പോകാമെന്ന് പറഞ്ഞിട്ട് പോകാതിരുന്നത്. അനുസരണക്കേട് കാണിക്കാൻ ആദ്യം താല്പര്യപ്പെട്ട മൂത്ത മകൻ പിന്നീട് അതിനെ ഓർത്ത് അനുതപിച്ച് അപ്പൻ്റെ ഇഷ്ടം അനുസരിച്ച് മുന്തിരിത്തോപ്പിൽ പോയി വേല ചെയ്യുന്നു. അപ്പോൾ അനുതാപം, അനുസരണം, ഇത് രണ്ടും നമ്മെ രക്ഷയിലേക്ക്, നന്മയിലേക്ക് നയിക്കും. സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യം: തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്നാണ്. അപ്പോൾ ഈ മൂത്ത മകൻ ചെയ്തതും ഇതുതന്നെയാണ്. അവൻ്റെ തെറ്റിനെ ഓർത്ത് അനുതപിച്ച്, അവൻ്റെ തെറ്റ് മറച്ചു വയ്ക്കാതെ അനുതപിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറായി. അത് അവന് അനുഗ്രഹമായി തീരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് നമ്മളുടെ പാപം ഓർത്ത് അനുതപിച്ചാൽ നമ്മൾക്കും നന്മ വരും. ദൈവം നമ്മളുടെയും പാപം ക്ഷമിക്കും. പക്ഷേ പാപം മറന്ന് ജീവിക്കരുത്. ഇന്ന് ഇവിടെ 2 വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്: അനുസരണം, അനുതാപം. അനുസരിക്കുവാൻ മൂത്ത മകൻ തയ്യാറായി. അത് അവന് അനുഗ്രഹത്തിന് കാരണമായി. കന്യകമറിയാം അമ്മ ദൈവത്തെ, ദൂതനെ വിശ്വസിച്ചു. അത് അമ്മയ്ക്കും ലോകത്തിനാകമാനം അനുഗ്രഹവുമായി. രണ്ടാമത്, മൂത്ത മകൻ ആദ്യം മുന്തിരിത്തോപ്പിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അനുതപിച്ച് അവിടേക്ക് പോയതുപോലെ ക്രിസ്തീയ ജീവിതത്തിലും എപ്പോഴും മുന്നിട്ട് നിൽക്കേണ്ട ആത്മീയ അനുഭവമാണ് അനുതാപം, അനുസരണം. ആയതിനാൽ
ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അനുസരണവും അനുതാപവും നമുക്കും ലഭിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.